അതാ പാട്ടുണ്ട്. അപ്പോ ഞങ്ങൾ സർഗവേദിയിൽ വരുന്നവരെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചേ വിടത്തുള്ളൂ. കുടുങ്ങി. അപ്പോൾ ശ്രീ GRL ഞങ്ങൾ പറയായിരുന്നു, മുരുകൻ കാട്ടാക്കട ഒരു കാലത്തിന്റെ സൗഹൃദത്തെക്കുറിച്ച് പറയായിരുന്നു. അത് ഈ GRLൊക്കെ സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി CPIയിലും AYFലും ഒക്കെ നിൽക്കുന്ന പ്രായം 90കളായപ്പോൾ CPIയിലേക്ക് എത്തി അല്ലേ? AYFൽ നിന്ന് 81 കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം യൂണിവേഴ്സിറ്റി കോളേജ് ഞങ്ങൾ പറയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ പഠിക്കാൻ വരുന്ന സമയത്ത് മുരുകൻ കാട്ടാക്കട, ജോബി, നമ്മുടെ GS പ്രദീപ്, അപ്പം എനിക്കൊന്നു GRLൊക്കെ BK രാജേഷ്, അപ്പം അതിന്റെ തൊട്ട് മുകളിലത്തെ തലമുറയായിരുന്നു GRL. അപ്പോൾ ആ സമയത്ത് മന്ത്രിയൊന്നും ആയിട്ടില്ല, വളരെ സാധുവായിട്ട് ഇങ്ങനെ തലസ്ഥാന നഗരിയിലൂടെ എന്നാൽ അത്യാവശ്യം വേണ്ടുന്ന സമയങ്ങളിൽ കത്തിക്കയറി നടന്നൊരു ചെറുപ്പക്കാരനാണ് ഇപ്പോൾ മന്ത്രിയായിട്ട് മാറിയിരിക്കുന്നത് അല്ലേ? അന്നത്തെ ഒരു കാലം ഓർമ്മിക്കുന്നുണ്ടോ? 42 വർഷത്തെ സൗഹൃദമാണ്. അപ്പോൾ അങ്ങോട്ട് സൗഹൃദ കൂട്ടായ്മ ഈ തലസ്ഥാന നഗരിക്കുണ്ട്. നമ്മൾ കോഴിക്കോടിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ബാബുരാജാണ് കോഴിക്കോടിൻ്റെ ആത്മാവെന്ന് പറയുന്നത് പോലെ ഈ തലസ്ഥാന നഗരിക്കും അങ്ങനെ ഒരു വലിയ സൗഹൃദ കൂട്ടായ്മയുണ്ട്. ഒരുപക്ഷെ നാളെ അറിയപ്പെടാൻ പോകുന്നതും ഈ മുരുകൻ കാട്ടാക്കടയൊക്കെ പേരിലായിരിക്കും അല്ലേ? സിനിമാ മേഖലയിലും വലിയൊരു കൂട്ടായ്മയുണ്ട്. പ്രിയദർശൻ മോഹൻലാൽ, TK രാജകുമാർ, മണിയമ്പിള്ള രാജുവേട്ടൻ, ജഗദീഷ്, അതെ, കോൺഗ്രസ് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കോളേജ് വിദ്യാർത്ഥികളായിട്ടുള്ള തലസ്ഥാനത്തുള്ളവർക്ക് കോഫി ഹൗസിലെ കാപ്പിയും ഒരു 2 മണിക്കൂർ അവിടുത്തെ ഇരുത്തവും അതിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളും അതെല്ലാം കലോത്സവം യഥാർത്ഥത്തിൽ ആഘോഷിച്ച റിപ്പോർട്ടറാണ്. ഞങ്ങൾ എല്ലാ മേഖലയിലും എത്തിയിട്ടു. ഇന്ന് ഞങ്ങൾ എവിടെ എത്താത്ത ഒരൊറ്റ സ്ഥലമില്ല. ഒരേ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഈ പാചകപ്പുരയുടെ പുറവശത്താണ്. അവിടെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി പോയത്. മാത്രമല്ല അവിടെ ഞങ്ങൾ ചെന്നപ്പോ അന്യർക്ക് പ്രവേശനമില്ലാത്തൊരു ബോർഡ് അവിടെ ഇല്ല. സാധാരണ ഹോട്ടലുണ്ടാവില്ല. അപ്പൊ അവിടെ ചെന്നപ്പോ പഴയുടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വാ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നേരെ ഇതിന്റെ പിന്നിലേക്ക് പോയി. അവിടെ ഒരു ഈച്ച പോലും ഇല്ല എന്നുള്ളത് കാണാനില്ല. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ചെയ്തു എന്നുള്ളതിൽ ഒരിക്കൽ കൂടി നിങ്ങൾ സംഘാടകർക്ക് എല്ലാവർക്കും ഒരു അഭിനന്ദനമുണ്ട്. അതിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുതൽ താഴോട്ട് ഇവിടെ സംഘാടക സമിതിയിലെ കക്ഷി ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ആ അഭിനന്ദനം നമ്മൾ അറിയിക്കണം അല്ലേ? ഒരു വാക്കൂടെ പറയാനുണ്ട്. ഈ കാണുന്ന എല്ലാ മികവിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ, ഇതിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നത് കഴക്കൂട്ടത്തിൻ്റെ MLA കടകംപള്ളി സുരേന്ദ്രൻ സാറാണ്. അപ്പോൾ ഇപ്പോൾ എത്തും സാറിൻ്റെ ആഗ്രഹപ്രകാരം ഈ ഭക്ഷണ കമ്പനിയുടെ ഏറ്റവും വലിയ മികവ് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇവിടെ സന്ദർശിച്ചു. ഈ 12 കൗണ്ടറുകളിലും പോയി കുട്ടികളെ കണ്ട് കുശലാന്വേഷണം നടത്തി. അത് മുഖ്യമന്ത്രി വന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യമായ. മാത്രമല്ല റിപ്പോർട്ടർ ചാനലിലൂടെ ഇങ്ങനെ നല്ലത് കേൾക്കുന്നത് തന്നെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഉറപ്പിക്കാൻ പറ്റുമല്ലോ സ്വാഭാവികമായിട്ടും. കാര്യം അങ്ങനെ നമ്മൾ പൊതുവേ അങ്ങനെ നല്ലതായിട്ട് പറയാറില്ല പല കാര്യങ്ങളും. GRLിലേക്ക് അതിന് ചൂടറിഞ്ഞതാണ്. നല്ല കാര്യങ്ങൾ വരുമ്പോൾ നല്ലതായിട്ട് പറയും, അതും GRL അറിയാം. സിവിൽ സപ്ലൈസിന്റെ കാര്യത്തിലേക്ക് ഒഴിഞ്ഞു കിടക്കുന്ന റാക്കുകളൊക്കെ ആദ്യം കാണിക്കുന്നത് നമ്മളുടെയൊക്കെ ഈ TV പ്രസാദ സംഘം. ആ വിമർശനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നവരാണ് ഞങ്ങൾ. അത് തേജോവധമായിട്ടല്ല കാണുന്നത്, വിമർശനമായിട്ട് കാണുന്നു. വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങൾ. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യം. എന്തായാലും കലോത്സവത്തിന്റെ സംഘാടനത്തിൽ ഒരു പിഴവും ഉണ്ടായില്ല എന്നത് ഈ അവസാന ഘട്ടത്തിലും പറയും. ഇനി മണിക്കൂറുകളുണ്ട് അവശേഷിക്കാൻ. ഇനി ആ സമാപന സമ്മേളനം കൂടെ ഗംഭീരമാക്കണം. അത് കഴിഞ്ഞാൽ ഫുൾ മാർക്കായിരിക്കും. 100 മാർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു കലോത്സവത്തിലാണ് കൊടി ഇറങ്ങാൻ പോകുന്നത്.